ഉപകാരം ഉപകാരത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരാൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഉപകാരം. അങ്ങനെ ചെയ്തിട്ടുള്ള ആയിരിക്കും മിക്കവാറും പേരും. അപ്പം നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒരു പുഞ്ചിരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക്, അല്ലേ? അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ പറയണം. കഴിഞ്ഞ ദിവസം ഞാനും കുഞ്ഞും ബസ്സിൽ യാത്ര ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലൊരു വലിയ ബാഗുണ്ട്. അപ്പം ഞാൻ ബാഗ് തോളിലിട്ടുണ്ട് കുഞ്ഞുമായിട്ട് ബസ്സിൽ കയറിയിട്ട് ബാഗ് താഴെ വെച്ച് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച്, അപ്പം കുഞ്ഞുള്ളതുകൊണ്ട് ഇച്ചിരി മുന്നോട്ട് നീങ്ങിയിരുന്നു. കുഞ്ഞ് എൻ്റെ മടിയിൽ നിന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും കുഞ്ഞുള്ളതല്ലേ, ബാഗുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത്, അപ്പോൾ എനിക്ക് 1 രൂപ ഇങ്ങോട്ട് ബാലൻസ് വരും. ചോദിച്ചൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ KSRTC നമുക്ക് അത്യാവശ്യമുള്ള സർവീസ് തന്നെയല്ലേ, പക്ഷെ അവരുടെ പെൻഷനായാലും സാലറി ആയാലും എല്ലാം വൈകലാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്, അല്ലേ, TV-യിൽ ന്യൂസിലൊക്കെ. അപ്പോൾ ഞാനത് ചോദിച്ചില്ല, അദ്ദേഹം തന്നുമില്ല. പക്ഷേ ഞാൻ ആ സമയം ഇറങ്ങുന്ന ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. പിന്നെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പ്രായമുള്ള ഒരാളല്ല കണ്ടക്ടർ, ചെറുപ്പക്കാരനാണ്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ബാഗ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് തന്നു. എന്നിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിലേക്ക് ആ ബാഗ് തന്നു. ഞാൻ താങ്ക് യു സോ മച്ച് പറഞ്ഞു, പക്ഷെ അത് പുള്ളി കേട്ടതുപോലുമില്ല. അപ്പോഴേക്കും പുള്ളി മറ്റെന്തോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇതിൽ ശ്രദ്ധയിലായിരുന്നു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പുള്ളി കേട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് തോന്നി. എന്നാലും സാരമില്ല, എൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം തോന്നി. അങ്ങനെ സഹായിക്കാൻ പറ്റും ഒരാൾ തോന്നിയല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. ചെയ്യാത്ത ഒരുപാട് പേരുമുണ്ട്. ഇതിനു മുമ്പ് ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോഴൊക്കെ ഒരു ഹെൽപ്പും ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ടും എന്നുവെച്ചാൽ ബാഗ് ഒന്ന് എടുത്തു കൊടുക്കാം എന്ന് തോന്നാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആ ബാഗും കൂടെ ചേച്ചി ഇത് എടുക്കാനുള്ളത് അപ്പം അതേന്ന് പറഞ്ഞപ്പം ഒരു പയ്യനാണെങ്കിൽ ആ ബാഗ് എടുത്ത് എൻ്റെ കൂടെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. പിന്നെ ഒരിക്കൽ ഒരു പ്രായമുള്ള ഒരു അച്ഛൻ എന്നിട്ട് ചോദിച്ച് ബാഗ് എടുക്കാൻ, ഞാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി. അപ്പം ആ അച്ഛന് ബാഗും കൊണ്ട് താഴോട്ട് ഇറങ്ങുന്നതിന് പകരം വെളിയിൽ നിന്നൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഈ ബാഗ് ഒന്ന് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അതിനെക്കൊണ്ട് ആ ബാഗ് എടുപ്പിച്ച് താഴേക്ക് തന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സഹായിക്കാനുള്ള ഒരു കുഞ്ഞുമായിട്ട്. അതുപോലെ തന്നെ ഫാസ്റ്റിനാണ് പോകുന്നത്. അപ്പോൾ ഫാസ്റ്റിന് പോകുമ്പോഴത്തേക്കും ചിലർ ഇങ്ങനെ സ്പീഡ് വരും, പക്ഷെ നമ്മൾ കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്തായാലും നിർത്തുന്ന ആൾക്കാരുണ്ട്. അത് ആ വാതിലിൽ, നമ്മുടെ ബസ്സിൻ്റെ വാതിലിൽ കറക്റ്റായിട്ട് നമ്മൾ നിൽക്കുന്നിടത്ത് അവർ നിർത്തും. അപ്പം എനിക്കങ്ങ് അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞുമായിട്ട് ബസ് യാത്ര ചെയ്യുന്നതിൽ ഒരു പേടിയില്ല കേട്ടോ. എനിക്കങ്ങനെ അയ്യോ എൻ്റെ ബാഗുണ്ട്, കുഞ്ഞിനെ പിടിക്കണമായിരുന്നു. പക്ഷെ നല്ല സഹകരണത്തോടു കൂടി നിൽക്കും മിക്കവാറും എല്ലാവരും. അപ്പം നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്, ഭയങ്കര വലുതാണ്. മനസ്സൊക്കെ അങ്ങ് നിറയുന്നത് പോലെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് കുഞ്ഞുമായിട്ട് യാത്ര ചെയ്യുന്നുള്ള ഫീലിങ്ങേ തോന്നില്ല, അല്ലേ? ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്കും ഇല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള മനസ്സും കഥയുമായിട്ട് ഞാൻ വീണ്ടും ഉണ്ടാവും.